أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം നേരത്തെ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു മഹാനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബാക്കി ഭാഗമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭാഗം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കാൻ അത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ മഹാൻ അവർക്ക് ഒരു ഓമനപ്പേരാണ് നൽകിയിരിക്കുന്നത്. ലൗദൽ അയ്ളം എന്ന് ഓമനപ്പേരിട്ടാണ് മഹാൻ അവരുടെ അല്ലാഹു തആല വിളിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇനി ഈ മഹാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഹ്യിദ്ദീൻ അലി എന്ന് പറഞ്ഞാൽ ഒരു 2-3 വലിയ സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് അർശിലെ കിളിയെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായ സംഭവങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ നമുക്ക് സമയങ്ങളില്ല. 3-4 കാര്യങ്ങളുണ്ട്. അതൊക്കെ ആ സ്ഥാനങ്ങളൊക്കെ വിവരിക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. തൽക്കാലം ഒരല്പക്കാര്യങ്ങളെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇത്രയും ഉന്നതനായ ഈ മഹാപ്രഭ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവുമായിട്ട് ലയിച്ചു ചേർന്ന ഒരു മഹാപ്രഭയാണ്. അള്ളാഹുമായിട്ടങ്ങ് ലയിച്ചു ചേർന്നപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ഒരു ഭാഗം അല്പഭാഗം മഹാൻ അവരിലേക്കും കൊടുത്തപ്പോഴാണ് മുഹ്യിദ്ദീൻ ഏറ്റവും വലിയൊരു ഉന്നതനായ ഒരു പവറുള്ള ഒരു ആചാര്യമോ മഹാനായിട്ടങ്ങ് മാറിയത്. അപ്പോൾ ആ മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താണോ പറയുന്നത് അല്ലാഹു തആല അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് തവസ്സുൽ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. കുത്തുബിയത്ത്, മുഹ്യിദ്ദീൻ റാത്തിബ്, യാസീൻ, ഫാത്തിഹ ഇതൊക്കെ മഹാൻ തവസ്സുൽ വെച്ച് നമ്മൾ ദ്വാരക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു തരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം ആളുകൾക്ക് വിശ്വാസമില്ല, ശിർക്ക് എന്നാണ് പറയുന്നത്. ആ ശിർക്ക് എന്ന് പറയുന്നവർ അവർ പറയുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ദുആ ചെയ്യണമെങ്കിൽ അത് ഒറ്റയ്ക്കങ്ങ് ദുആ ചെയ്താൽ മതി, ആരെയും കൂട്ടിച്ചേർത്ത് ദുആ ചെയ്യേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യത്തിൽ അവരവരങ്ങ് ദുആ ചെയ്താൽ മതി എന്നാണ് ഇത്തരം ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാനെന്ന് ചോദിക്കട്ടെ, തേർഡ് പാർട്ടി ഇല്ലാതെ കണ്ട്, ഒരു മൂന്നാമത്തെ ഒരാളില്ലാതെ കണ്ട് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അത് നമുക്ക് ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ മറ്റൊരാളിനെ സമീപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. ഏത് കാര്യവും സാധിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ മഹാന്മാര്, ഈ വന്നു ചേരുന്നവർ, അവർ അല്ലാഹുവിലേക്ക് അങ്ങ് ദുആ ചെയ്യുന്നു എന്ന് മാത്രം. കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് പറയുന്നു, ഇതാണല്ലോ ഇതിൻ്റെ സംഭവം. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ തേർഡ് പാർട്ടി വേണ്ട എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ച് അദ്ദേഹം നമസ്കാരമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ജലദോഷം അനുഭവപ്പെട്ടു, ഒരു ഭയാനകരമായ പനിയാണ് ഈ മനുഷ്യൻ ആവശ്യം സംഭവിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ദുആ ചെയ്യുന്നു. എങ്ങനെയാണ് ദുആ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പടച്ച തമ്പുരാനേ, അനുഗ്രഹം ചൊരിച്ചേരുന്ന അല്ലാഹ്, എനിക്ക് സുഖമില്ല, എനിക്കിപ്പോൾ പനിയാണ്, എനിക്ക് എല്ലാ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എൻ്റെ അസുഖത്തെ ഒന്ന് മാറ്റിത്താ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. പനി അങ്ങ് കൂടുകയാണ്. പനി കൂടി വന്നപ്പോൾ വീണ്ടും കൊണ്ട് ദുആ ചെയ്യുന്നു, പനിക്ക് കുറവില്ല. സാധാരണ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവമല്ലേ, പനി കുറയുന്നില്ല, യാതൊരു രീതിയിലും അസുഖത്തിന് കുറവില്ല, പനി കൂടുന്നതല്ലാതെ കണ്ട് കുറവില്ല. ഇത് ഒരാളിലോ 2 ആളിലോ ഉള്ള സംഭവമല്ല. ഇത്തരം
സ്വന്തമായി ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതി, മറ്റൊന്നും വേണ്ട, തേർഡ് പാർട്ടി വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഭൂരിപക്ഷം ആൾക്കാരുടെയും സംഭവങ്ങൾ ഈ രീതിയിലാണ്. അങ്ങനെ പരിമാറുന്നില്ല. അപ്പോഴെന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും അതാ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നു. ആ തേർഡ് പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ഡോക്ടറാണ്. എന്തിനാണ് ഈ ഡോക്ടറെ കാണാൻ പോയത്? അത് ശിർക്കല്ലേ എന്ന് ഞാൻ ഇന്ന് ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നു. അപ്പോൾ ഇത് ശിർക്കല്ലേ? ആ ഡോക്ടർ പോയി കണ്ടു. ആ ഡോക്ടർ നോക്കി, പല പരിശോധനകളും നടത്തി. അദ്ദേഹം അതാ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കഴിച്ചിട്ടും പ്രയോജനമില്ല. പനി എങ്ങനെ അസുഖം അങ്ങനെ കൂടുകയാണ്. വീണ്ടും മറ്റൊരു ആശുപത്രിയിൽ പോകുന്നു. അവിടെയും ചികിത്സ നടത്തുന്നു. ഒരു പ്രയോജനവുമില്ല. അതാ അസുഖം വളരെ വഷളായി, വളരെ വഷളായി ഗുരുതരമായൊരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇത് പലർക്കും പല അനുഭവങ്ങളുണ്ടായിട്ടുള്ളതാണ്. എൻ്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ സന്ദർഭത്തിൽ ഇവരെ ഞാൻ പറയുന്നത്. അങ്ങനെ അവസാനം അതാ പോകുന്നു. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളായ ഉന്നതമായ ഡാക്ടർമാരുണ്ട്. ആ ഡാക്ടർമാരെന്ന് പറഞ്ഞാൽ അവർ സയ്യിദാണ്, അള്ളാഹുവിൻ്റെ ഒലിമാരാണ്, അള്ളാഹുവിൻ്റെ ഷെയ്ഖാണ്. ഇങ്ങനെയുള്ള മഹാന്മാരാണ്. അവരെ വെല്ലാൻ ഏതെങ്കിലും ഒരു ഡോക്ടർ കഴിയുമോ? ആ ഡോക്ടർ അടുത്തേക്ക് അതാ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ എവിടെയാണെന്ന് ഞാനെന്ന് പറയട്ടെ. ഏർവാടിയിൽ കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാന്റെ സമീപത്തിലേക്ക് ഈ രോഗിയെയും കൊണ്ട് ആൾക്കാർ ചെല്ലുന്നു. ചെന്നിട്ട് ആ രോഗിയുടെ സമീപത്തി ആളിനെ അങ്ങിരുത്തുന്നു. അവിടെ നിന്നുകൊണ്ട് വഴിപാടുകൾ എങ്ങനെ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് എങ്ങനെ ദുആ ചെയ്യുന്നു. ഒരു പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പുറത്തും അകത്തുമായി അവർ കിടക്കുന്നു. അങ്ങനെ 2ാമത്തെ ദിവസം അതല്ലെങ്കിൽ 3 ദിവസമാകുമ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ ഈ അസുഖത്തിന് പരിഹാരമാർഗം അവിടെ നിന്ന് കിട്ടുന്നു. ഇതെങ്ങനെ കിട്ടി? അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ, മഹാനായ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ, മഹാനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനെ ഇഷ്ടപ്പെട്ടപ്പോൾ മഹാൻ അള്ളാഹുവിനോടങ്ങ് ദുആ ചെയ്തു. അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുകയും ഈ ലോകത്തിന് ശമനം തരുന്ന അള്ളാഹ് തന്നെ, അള്ളാഹ് അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹുവിനെ കഴിവുള്ളു. ഇവരങ്ങ് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല അത് സ്വീകരിച്ചു. ഈ അസുഖത്തിന് പരിഹാരമാർഗം കൂടെ ഉണ്ടാകുന്നു. അവരെ അസുഖങ്ങൾ മാറുന്നു. സുഖമായി ഈ മനുഷ്യൻ വീട്ടിൽ വന്നു എങ്കിൽ ഇവർ പറയുന്നു ശിർക്കാണ്. ഈ അസുഖങ്ങൾ മാറ്റുന്നതിന് തേർഡ് പാർട്ടിയിലേക്കാണ് അല്ലാഹു തആല വിധിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരിക്കണം. തേർഡ് പാർട്ടി ഇല്ലാതെ കണ്ട് ഒരു കാര്യവും ഭൂമി ലോകത്തില്ല. തേർഡ് പാർട്ടി വേണ്ട. അത് ശിർക്കെന്ന് പറയുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ചെറിയൊരു പനിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു എങ്കിൽ മാരകമായ വലിയ അസുഖങ്ങളുണ്ട്. ചികിത്സിച്ചിട്ടും തീരാത്ത അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളെല്ലാം അങ്ങ് മാറുന്നത് മഹാന്മാരിലൂടെയാണ്. ഡോക്ടർ അബ്ദുൽ ഹക്കീം അല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വലിയാണ്, അല്ലാഹുവിൻ്റെ ഒരു സയ്യിദാണ്, അല്ലാഹുവിൻ്റെ മഹത്വം ജനിക്കുന്ന ഒരു മഹാപ്രഭയാണ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനെല്ലാത്തിനും ഉപരി എല്ലാ ശൈഖന്മാർക്കും വലുതാണ് കുത്തുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ. എല്ലാ ശൈഖന്മാരുടെയും എല്ലാ ഉലിമാരുടെയും എല്ലാ മഹത്വം ജ്വലിക്കുന്ന മഹാന്മാരുടെയും ഉന്നതനാണ്, ഏറ്റവും വലിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രത്തോളം പദവി കൊടുത്തിട്ടുള്ള ഒരു മഹാനാണ് കുത്തുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. മഹാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കറാമത്ത് എന്താണ്?
എന്താണ് ഈ മനുഷ്യൻ അത്രത്തോളം ഉന്നതനാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് ചികിത്സ നടത്തുന്നത് ശിർക്കാണോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ? ഒരു ശിർക്കുമല്ല. ഇത് ശിർക്കാണോ? ശിർക്കല്ല. തേർപ്പാട്ടിയില്ലാതെ കണ്ട് ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ മഹാനെ കുറിച്ച് പറയുവാനുണ്ട്. അതൊന്നും ഈ സന്ദർഭത്തിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇനി ഒരു സന്ദർഭത്തിൽ അടുത്ത വീഡിയോയിലേക്ക് പറയാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു ജനങ്ങളിലേക്ക് ലൈക്ക് ചെയ്യണം, അറിയിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.